ഹലോ ഗൈസ്, അപ്പം ഇന്ന് രാവിലെ തന്നെ നീച്ച് കേട്ടോ ഗൈസ്. വേറെ ഒന്നല്ല, മോനിക്ക് സുഖമല്ല കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പം ഞങ്ങളവിടുത്തെ ഒരു ലക്ഷണം കെട്ട പൂച്ച ഇവിടെ ഉണ്ട് കേട്ടോ. ലക്ഷണം കെട്ടാൻ 2-3 പൂച്ചകളുണ്ട് കേട്ടോ. അതിറ്റ് കൊടുന്നിട്ട് കേട്ടോ. ഒരു ദിവസം ഉണ്ട് റബ്ബേ പാമ്പിനൊക്കെ കൊടുന്നിട്ടിരിക്കണം കേട്ടോ. ഇന്ന് നോക്കുമ്പോൾ ഇല്ല കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനത്തെ പിരാന്തം പൂച്ച? അപ്പം മോനിക്ക് ഇന്ന് സുഖമല്ല കേട്ടോ. എനിക്ക് ഈ കുട്ടികളെ അസുഖം പറയും, പല്ലും ചൊല്ല് അങ്ങനെ ഒരു അസുഖം ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് വരും. അപ്പം അത് ഒരു 8 മാസമൊക്കെ ആയ കുട്ടികൾക്കാട്ടോ ഈ അസുഖം വരിക. അപ്പം അത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിട്ടും. കുട്ടികൾക്ക് തലക്കൊരു സുഖം ഉണ്ടാവില്ല, പിന്നെ പാല് കുടിക്കൂല, അങ്ങനെയൊക്കെ ഓരോ അസുഖങ്ങളാട്ടത്. ഇത് ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങളെ വീട്ടിലൊന്നും അങ്ങനെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നിട്ട് ഉമ്മ പറയാറ്. കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവിടെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അവിടുത്തെ അമ്മ കേട്ടോ പറഞ്ഞല്ലേ എനിക്ക്. അപ്പം ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര ഇടങ്ങാറായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഇമ്മാൻ്റെ അമ്മ ഇതിനുള്ള മരുന്ന് വെക്കൂട്ടാ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കാട്ടോ. വേറെ കരച്ചിൽ സഹിക്കാൻ വയ്യായിട്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം കുറേ ഒരു ആയുർവേദ ഷോപ്പിൽ നിന്ന് ഒരു മരുന്നുണ്ട് എന്നൊക്കെ ഞങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞാൽ അവിടെയൊക്കെ പോയിട്ടാ. പക്ഷെ അതൊന്നും എനിക്ക് റെഡി ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇവൻ കരച്ചിലായിരുന്നു കേട്ടോ, നിർത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ കരച്ചിൽ. അങ്ങനെ ഞങ്ങൾ ഉമ്മമ്മേൻ്റെ അടുത്ത് പോയി. അപ്പം ഉമ്മമ്മ മരുന്നൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോരും ചെയ്തിട്ടാ കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പം അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആരെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മമാരുടെ അടുത്തേക്ക് വരണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ല, അതിനൊക്കെ അതിൻ്റെതായ ഇതുകളുണ്ട്. പക്ഷെ ഇപ്പൊക്കെ ആരെങ്കിലും അത് ചിന്തിക്കോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. പണ്ടൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. ഇപ്പം എന്താ അതിന് ഇപ്പാനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പം ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്രേ നമ്മളെ കുട്ടികളുണ്ടാകുമ്പോൾ അയറ്റകൾ ഈ കർത്തവാവിൻ്റെ ഇതിലാണ് കുട്ടികൾക്ക് ഈ അസുഖം വരിക. അപ്പം നമ്മളത് നോക്കിയിട്ട് ഈ മരുന്ന് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചാൽ ഈ അസുഖം വരില്ല, അങ്ങനെയൊക്കെ കേട്ടോ പറഞ്ഞത്. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അവിടുന്ന് ഇവന് പാല് കുടിക്കൂല, അങ്ങനെയൊക്കെ ഗതിയിട്ടിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം അങ്ങനെ പിന്നെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.